എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ലൈവായിട്ട് നമ്മുടെ സുകേഷ് സാറിന് ബിനാൻസിൽ നിന്നും എങ്ങനെയാണ് US ഡോളർ വിഡ്രോ ചെയ്യുന്നതെന്നാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന്. അപ്പൊ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നു. പല ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ രൂപ കൊടുത്ത് ബിനാൻസിലേക്ക് എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡോളർ USDT എന്ന് പറയുന്ന ഡോളർ അല്ല, ശരിക്കും ഡോളറിന്റെ ക്രിപ്റ്റോ കറൻസി ആയ ടെതർ ആണ്. USDT എന്ന് പറയും, അതിനെ സാധാരണ ആൾക്കാർ ഡോളർ എന്നും വിളിക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് വാങ്ങിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തതാണ്. അപ്പൊ ഇന്ന് നമ്മള് സുകേഷ് സാറിന് ഡോളർ വിറ്റിട്ട് ഇന്ത്യൻ രൂപ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ വീഡിയോ. എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അപ്പൊ വിഡ്രോ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. സാറേ കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട് സാറേ. ഹോസ്റ്റ് ആക്കി തന്നെ. സാറ് ഷെയർ ചെയ്തോ, ഷെയർ ചെയ്യാൻ പറ്റും. തന്നെയാ ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ? സാർ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എന്റെ ലിങ്ക് ഉണ്ട്, പക്ഷെ എന്റെ ലിങ്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രാവശ്യവും ഓരോ ലിങ്ക് കൊടുക്കണം. ഈ ലിങ്ക് എപ്പോ വേണമെങ്കിലും സാർ കൊടുത്തു എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. അല്ല, അതുപോലെ ചെയ്യാൻ എന്താണ് സംഭവം, എന്താ ചെയ്യേണ്ടത്? അത് പിന്നെ പറഞ്ഞുതരാം. അത് പിന്നെ ആവാം. ആയിക്കോട്ടെ. ഇപ്പോ ബിനാൻസ് ഓപ്പൺ ചെയ്തോ. ഓക്കെ, വാലറ്റ്സില് ഒന്ന് റീഫ്രഷ്. ഓക്കെ, ഇപ്പൊ ഇതില് സ്പോട്ടിലാണ് 252 ഇരിക്കുന്നത്, സ്പോട്ട് വാലറ്റില്. അപ്പൊ അത് അതിന്റെ മുകളിലുള്ള ട്രാൻസ്ഫർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡെപ്പോസിറ്റ്, വിഡ്രോ, ട്രാൻസ്ഫർ കണ്ടോ? ട്രാൻസ്ഫർ. ആ ട്രാൻസ്ഫർ ബട്ടണിൽ ക്ലിക്ക് ഈ $252 അല്ലേ വിഡ്രോ ചെയ്യണ്ടേ? അപ്പൊ അത് മേളില് ഇപ്പൊ 250 ഫ്രം സ്പോട്ട് ടു ഫണ്ടിങ് എന്ന് കാണാം. അതിന് താഴെ ഏത് കോയിനാണ് നമുക്ക് ചെയ്യേണ്ടത് അത് അങ്ങനെ തന്നെ മതി. സ്പോട്ട് ടു ഫണ്ടിങ് അത് ചേഞ്ച് ചെയ്യണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് താഴെ BTC എന്നുള്ളത് കോയിൻ മാറ്റി USDT ആക്കുക. ഇനി അതിന്റെ താഴത്തെ ഫുള്ള് 252 ഫുള്ള് വിഡ്രോ ചെയ്യല്ലേ? 250 മതി. എന്നാ അവിടെ 250 അടിച്ചോ. ഓക്കെ, അതിന്റെ താഴെ ആ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ കീബോർഡ് ഒന്ന് മാറ്റി ആ കൺഫേം ട്രാൻസ്ഫറിലേക്ക്. ഓക്കെ, ഇനി ആ ഫണ്ടിങ് വാലറ്റിലേക്ക് ഇതിന്ന് ആ 250 മാറി കഴിഞ്ഞു. ഇനി ആ ഫണ്ടിങ് എടുക്കുക. ഫണ്ടിങ്ങിൽ P2P എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കുക. ഫണ്ടിങ് വന്നല്ലോ. ഫണ്ടിങ് വന്നു. അവിടെ ഇപ്പൊ കാണുന്ന P2P എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തോ. ഓക്കെ, ഇവിടെ നമുക്ക് ബൈയും സെല്ലും മുകളിൽ കാണാം. അതിൽ സെല്ലാണ് നമുക്ക് എടുക്കേണ്ടത്. ആ സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പൊ 250 എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു 20,000 മേളിലേക്ക് വരും. അപ്പൊ ഈ വന്നേക്കുന്ന ഇത് നമുക്ക് ഗൈഡൻസ് തരുന്ന ഒരു ബട്ടൺ ആണ്. അതിന്റെ മറ്റേ അടിയിലുള്ള മഞ്ഞ റൈറ്റ് ആരോയിലൊന്ന് ഒരു പ്രാവശ്യം നിൽക്കേ. ഓക്കെ, ഇനി ആ ട്രേഡ് നൗ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ. ട്രേഡ് നൗ. ഇവിടെ നമുക്കിപ്പോ ആ എമൗണ്ട് കാണുന്നുണ്ടോ? സെല്ലിന്റെ ഏറ്റവും മുകളിൽ USDT തൊട്ട് താഴെയായിട്ട് ആ എമൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്രോക്സിമേറ്റ് നമുക്ക് എത്രയാണോ ആ എമൗണ്ട് കൊടുക്കാനുള്ളത് അത് ഇവിടെ എൻ്റർ ചെയ്യാം. അതായത് ഇപ്പൊ 20,000 രൂപ എന്നുള്ളത് അടിച്ചാൽ മതി. 20ന്റെ മുകളിലേക്ക് വരും. നമ്മൾ ഒരു ജസ്റ്റ് 20,000 അടിക്കുക ഇവിടെ. കാരണം നമുക്ക് അത്ര മേടിക്കുന്ന ആൾക്കാരെ $250 മേടിക്കുന്ന ആൾക്കാരെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ 2,000 ആയിട്ടുള്ളൂ. ഓക്കെ, 20,000 കൺഫേം കൊടുത്തു. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം $296 ആണ് ആദ്യത്തെ ആള് വാങ്ങിക്കുന്നത്. രണ്ടാമത്തെ ആളാണെങ്കിൽ 5,000 വരെ മേടിക്കും. അപ്പൊ ആദ്യത്തെ ആളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത്. 84.46 കിട്ടും. താഴേക്ക് പോകുന്നതോറും റേറ്റ് കുറവായിരിക്കും. സെല് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്ന ആള് വേണമല്ലോ. അപ്പൊ ഇവിടെ ആ ബട്ടൺ ഉണ്ട്, ആ സെല്ല്, അതിൽ ക്ലിക്ക് ചെയ്തു. അയാൾ IMBS ബാങ്ക് ട്രാൻസ്ഫർ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ. UPI നമ്പർ മാത്രം, അത് മാത്രമേ അടിച്ചിട്ടുള്ളൂ.
അത്ര മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആളെ എടുക്കേണ്ടി വരും. കാരണം നമ്മളെല്ലാം അടിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം റേറ്റ് കിട്ടും. കാരണം ആദ്യത്തെ ആള് UPI കൊടുക്കില്ല. UPIക്ക് ലിമിറ്റ് ഉണ്ട്. ഒരു ദിവസം 10 പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളല്ലോ. അതുകൊണ്ട് കൂടുതൽ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും IMBS അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറേ ഉണ്ടാവുള്ളൂ പൈസ അയച്ചു തരാനായിട്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഇപ്പൊ. ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്ന് ബാക്ക് അടിച്ചോ. എല്ലാം ബാക്ക് അടിച്ച ഹോം പേജിലേക്ക് പോയേ. ഞാൻ താഴെ ഹോം പേജിന്റെ ബട്ടൺ കണ്ടോ? താഴെയുള്ള ഫസ്റ്റ് ബട്ടൺ. ഓക്കെ, അതിൽ ആ മേളില് ഒരാളുടെ തല ഉണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പില് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിന്റെ താഴേക്ക് വന്ന പേയ്മെന്റ് മെത്തേഡ്സ്. അവിടെ പേയ്മെന്റ് മെത്തേഡ്സിൽ ക്ലിക്ക് ചെയ്തോ. ഇപ്പൊ കാണാം ആഡഡ് എന്ന് എഴുതിയേക്കുന്നോടത്ത് ക്ലിക്ക് P2P പേയ്മെന്റ് മെത്തേഡ്സ് ആഡഡ്. അവിടെ ക്ലിക്ക് ചെയ്തോ. അവിടെ UPI മാത്രമേ അടിച്ചിട്ടുള്ളൂ. നമ്മുടെ ആഡ് എ പേയ്മെന്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്തോ. സാറിന്റെ ബാങ്ക് ഡീറ്റെയിൽ കയ്യിലിരിക്കണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആഡ് എ പേയ്മെന്റ് മെത്തേഡ് അടിച്ചോ. അവിടെ IMBSൽ ക്ലിക്ക് ചെയ്തോ. പേര് ഓട്ടോമാറ്റിക് വന്നു. ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിക്കുക, രണ്ടാമത്തെ കോളം. തെറ്റാതെ അടിക്കണം കേട്ടോ. ഇത് ഒരു പ്രാവശ്യം അടിക്കാൻ ഇതുള്ളൂ. അത് കാരണം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് അടിക്കുക. IFSC കോഡ്. IFSC കോഡ് അടിച്ചോ എന്റെ താഴെ. 10350100215786. ശരിയാണ്. ഓക്കെ, അപ്പൊ താഴെ IFSC കോഡും തെറ്റാതെ അടിച്ചോ. FDRL. ഓക്കെ, ഫെഡറൽ ബാങ്ക് എന്ന് അടിച്ചോ. അവിടെ ബാങ്കിന്റെ പേര്. ഫെഡറൽ ബാങ്ക് മൊത്തം കൊടുക്കണ? ഫെഡറൽ ബാങ്ക് എന്ന് മാത്രം അടിച്ചാൽ മതി. അല്ല, ഫെഡറൽ മാത്രം മതിയോ? ഫെഡറൽ ബാങ്ക് വേണോ? ബാങ്കും കൂടി കൊടുത്തോ. നമുക്ക് അക്കൗണ്ട് നമ്പർ IFSC കോഡ് മാത്രം തെറ്റാതിരുന്നാൽ മതി. ബാക്കി നമുക്ക് അവർക്ക് അയക്കുന്നവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ഇവിടെ സേവിങ്സ് അക്കൗണ്ട് അല്ലേ, കറണ്ട് അക്കൗണ്ട് അല്ലല്ലോ? അതെ, സേവിങ്സ്. സേവിങ്സ് അടിച്ചോ. SAVINGS. SAVI. സേവിങ്സ്. ഓക്കെ, അതിന്റെ താഴെ അക്കൗണ്ട് ഓപ്പണിംഗ് ബ്രാഞ്ച്. ഏത് ബ്രാഞ്ചാണ്? നമ്മുടെ ബ്രാഞ്ചാണോ? അതെ. മദർ ബാങ്കിന്റെ ബ്രാഞ്ച് അല്ല, കിഴക്കമ്പലം. അതടിച്ചോ, കിഴക്കമ്പലം. ഓക്കെ, കൺഫേം കൊടുത്തോ. അപ്പൊ ഒരു OTP വരും. സെൻഡ് OTP ഞാൻ തന്നെ കൊടുക്കണോ? കൊടുക്കണം. സെൻഡ് കോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ മൊബൈലിലേക്ക് ഒരു OTP വരും. വന്നോ? വന്നില്ല. വന്നു. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണോ?
കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി OTP ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഗൂഗിൾ പേയും എല്ലാം ഇവിടെ ആഡ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് സാറിന് മനസ്സിലായില്ല. ആ ഗൂഗിൾ പേ ആഡ് ചെയ്യാനും കൂടി ഞാൻ കാണിച്ചു തരാം. ആഡ് എ പേയ്മെന്റ് മെത്തേഡിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് അതിന്റെ താഴെ ഓൾ പേയ്മെന്റ് മെത്തേഡ് കണ്ടോ? ബൈ ഡിഫോൾട്ട് ഇവിടെ Paytm, IMBS, UPI, ബാങ്ക് ട്രാൻസ്ഫർ ഈ 4 ഉള്ളൂ. ബാങ്ക് ട്രാൻസ്ഫറിലും IMBSലും സെയിം ഡീറ്റെയിൽ തന്നെ, അതും വേണമെങ്കിൽ കൊടുത്തിടാം. ഇനി ആ ഓൾ പേയ്മെന്റ് മെത്തേഡ് എടുക്കാം. അവിടെയാണ് ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്തോ. അവിടെ എല്ലാ പേയ്മെന്റ് മെത്തേഡും ലിസ്റ്റഡ് ആണ്. അതിൽ നമ്മൾ മുകളിൽ സെർച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ജി ഒക്കെ എത്തുമ്പോൾ കുറെ പോകും. ഗൂഗിൾ പേ എന്ന് അടിച്ചാൽ മതി. GOOGLE എന്ന് അടിക്കുമ്പോ തന്നെ വരും. അതെ, വന്നു ഗൂഗിൾ പേ, GPay. അവിടെ സാറിന്റെ ഫോൺ നമ്പർ അടിച്ചോ? പേരുണ്ട്, ഫോൺ നമ്പർ അടിച്ചാൽ മതി. അതെ. പ്ലസ് കൊടുക്കണോ? +91 വേണോ? വേണ്ട, പ്ലസ് ഒന്നും വേണ്ട. ഇത് ഇന്ത്യയിലുള്ള ആൾക്കാർ മാത്രമാണല്ലോ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നത്. സാറിന്റെ ലിസ്റ്റ് ചെയ്യുന്ന INR ആയിട്ട് ഉള്ള ഓപ്ഷൻ മാത്രമേ കൊടുക്കുള്ളൂ. റിമാർക്ക് ഒന്നും വേണമെന്നില്ല. സാറിന്റെ ഗൂഗിൾ പേയിൽ സുകേഷ് തന്നെയല്ലേ പേര് കൊടുത്തേക്കുന്നേ? ഈ നമ്പർ അടിച്ചാൽ അങ്ങനെയാണെങ്കിൽ റിമാർക്ക് ഒന്നും വേണമെന്നില്ല. ഇനി കൺഫേമിൽ ക്ലിക്ക് ചെയ്തോ. ചില ആൾക്കാരുടെ ബിസിനസ് നെയിം ഒക്കെ വേറെ ആണെങ്കിൽ എന്തെങ്കിലും റിമാർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം അവിടെ അടിച്ചാൽ മതി. സെൻഡ് കോഡി ക്ലിക്ക് ചെയ്യാം. ഒരു മെയില് വന്നിട്ടുണ്ടായി പേയ്മെന്റ് മെത്തേഡിന്റെ. അത് ആഡ് ആയതിന്റെ. ഓക്കെ. വന്നു OTP. സബ്മിറ്റ് കൊടുക്കട്ടെ? സബ്മിറ്റ് കൊടുത്തോ. ഓക്കെ, ഇവിടെ തന്നെ ആഡ് പേയ്മെന്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്താൽ ഫോൺ പേയും ഒക്കെ ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം. നമുക്ക് തൽക്കാലം ഇത് 3 മതി. ഇത് 3 മതി. ഇനി ബാക്ക് അടിച്ചോ. ഓക്കെ. നമ്മുടെ ഫണ്ട് ഓൾറെഡി ഫണ്ടിങ് വാലറ്റിലുണ്ട്. അപ്പൊ അത് കാരണം ഇനി നേരെ ഫണ്ടിങ് വാലറ്റിൽ പോയി P2P എടുത്താൽ മതി. ബാലൻസിൽ ഫണ്ടിങ് P2P. ഇനി സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, എമൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക, 20,000 അടിക്കുക, കൺഫേം. നമ്മൾ ആ എമൗണ്ട് അടിക്കുന്നത് അത് ഫിൽട്ടർ ചെയ്ത് നമുക്ക് വേണ്ട എമൗണ്ട് വരെ മാത്രം ഫിൽട്ടർ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ആദ്യത്തെ ആൾ IMBS ആണ്. അപ്പൊ 8444 വെച്ചിട്ട് അയാൾ റേറ്റ് ചെയ്ത്. അപ്പൊ അവിടെ സെല്ലിൽ ക്ലിക്ക് ചെയ്തു. നമുക്ക് IMBS ഓൾറെഡി ഉണ്ടല്ലോ. സെല്ല് കൊടുത്തേക്കട്ടെ. സെല്ല് കൊടുത്തോ. ഇനി അവിടെ എൻ്റർ ക്വാണ്ടിറ്റി എന്നുള്ളടത്ത് ഒരു ഓൾന്ന് എഴുതിയേക്കുന്നതാണ്. ആ ഓളിൽ നിൽക്കാൻ മതി. നമ്മുടെ 250 ഓട്ടോമാറ്റിക് വരും. ഓക്കെ, ഇനി സെലക്ട് പേയ്മെന്റ് മെത്തേഡ്. ഇയാൾ IMBS മാത്രമേ തരുള്ളൂ. കാരണം നമുക്ക് അവിടെ IMBS സെലക്ട് ചെയ്യണം. ആ സെലക്ടിൽ ക്ലിക്ക് ചെയ്യാം 250യുടെ താഴെയുള്ള ബോക്സിൽ. ഓക്കെ, IMBS എഴുതിയേക്കുന്നുണ്ട്. ആ അക്കൗണ്ട് നമ്പർ ഒക്കെ വന്നേക്കുന്ന ആ ബോക്സിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, IMBS അവിടെ വന്നു. നമുക്ക് കിട്ടേണ്ട എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. 21,110 ആണ്. ഓക്കെ, ഇനി ആ സെൽ വിത്ത് 0 ഫീല് ക്ലിക്ക് ചെയ്തോ. ആ റെഡ് ബട്ടണില്. ഓക്കെ, ഇനി ആ ഓക്കെ ബട്ടൺ, ആ ഡയലോഗ് ബോക്സ് ആണ്. അതിന്റെ ആ ഓക്കെ ബട്ടൺ അടിച്ചോ. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി നമുക്ക് പൈസ കിട്ടിയതിന് ശേഷം ഈ പേയ്മെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞ ബട്ടൺ എനേബിൾ ആവും. ആള് പൈസ അയച്ചു എന്ന് നോക്കി കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇയാളുടെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. ഇയാൾ സാധാരണ എത്ര സമയം കൊണ്ട് പൈസ അയച്ച് തരൂ എന്നൊക്കെ കാണാനായിട്ട് ഇവിടെ സൈനി അമർന്ന് എഴുതിയേക്കണുണ്ടോ ആളുടെ നിക് നെയിം. അവിടെ ഒരു കൗണ്ട് ഡൗൺ ടൈമർ പോകുന്നുണ്ടോ, ഒരു 14 minutes 53 എക്സ്പെക്ട്. അതിന്റെ തൊട്ട് താഴെ ആ സൈനി അമർന്ന് എഴുതിയേക്കുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോ ആളുടെ ഒരു പ്രൊഫൈലാണ്. ആവറേജ് പേ ടൈം 1 minute 1.48 മിനിറ്റ്സിനുള്ളിൽ ആള് പൈസ അയച്ച് ആള്
ബിനാൻസിൽ രജിസ്റ്റർ ചെയ്തിട്ട് 415 ഡേയ്സ് ആയി. ഫസ്റ്റ് ട്രേഡ് 414 ഡേയ്സ് ആകോ, അതായത് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഇയാൾ ട്രേഡ് ചെയ്യുന്നതാണ്. ഇതുവരെ അയാൾ 9189 ടൈംസ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ 2351 ബൈയും 6838 സെല്ലും അയാൾ ചെയ്ത് കഴിഞ്ഞ ആളാണ്. പിന്നെ ആളുടെ ഫീഡ്ബാക്ക് 2057 എഴുതിയേക്കണുണ്ടോ ഫീഡ്ബാക്ക്? അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആളെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ നോക്കുമ്പോൾ അറിയാം. അയാളുടെ 2044 പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അതിലൊരു 13 നെഗറ്റീവ് ഉണ്ട്. അതെന്തായാലും നെഗറ്റീവ് ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവും. ഇത് നല്ല റേഷ്യോ ആണ്. 2013 എന്ന് പറയുമ്പോൾ വളരെ വളരെ ഗുഡാണ്. കാരണം എന്ത് സാധനത്തിനെയും കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതാണ് ഈ 13 പേര് നെഗറ്റീവ് ഇട്ടേക്കുന്നത്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കാണാം എന്താണ് അവരുടെ പേയ്മെന്റ് വന്നു. പേയ്മെന്റ് വന്നല്ലോ. എത്ര കറക്റ്റ് എമൗണ്ട് കൺഫേം ചെയ്യണോ? 21,110. ഓക്കെ ഓക്കെ ഓക്കെ. പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് അയ്യോ ഒരു മിനിറ്റ് ഷെയർ പോയി. ബിനാൻസ് ഓപ്പൺ ചെയ്തോ. ഇതിൽ നിന്നൊക്കെ ബാക്ക് അടിച്ചോ. ആ പേയ്മെന്റ് റിസീവ്ഡ് ബട്ടൺ ഇപ്പൊ എനേബിൾ ആയണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് പോയല്ലോ. മറ്റേ മേളിലൊരു ബട്ടൺ കണ്ടോ? ഒരു പേപ്പർ മടക്കി വെച്ചേക്കണ പോലത്തെ 2 റെഡ് ഡോട്ട് ഉള്ളതിൽ ഒരു പേപ്പർ മടക്കി വെച്ച ഐക്കൺ ഏറ്റവും റൈറ്റ് സൈഡിൽ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനകത്ത് പെയ്ഡ് 1 ആ ഓർഡറിൽ എവിടെയെങ്കിലും ഒന്ന് പ്ലീസ് റിലീസ് എഴുതിയേക്കുന്നോടത്തൊന്ന് വെക്കാം. ഓക്കെ. ഇപ്പൊ നമുക്ക് അവിടെ പേയ്മെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തോ. പേയ്മെന്റ് റിസീവ്ഡ് ഏറ്റവും അടിയിലുള്ള മഞ്ഞ ബട്ടൺ. ഐ ഹാവ് റിസീവ്ഡ് സെക്കൻഡ് ഓപ്ഷൻ കണ്ടോ? ഫസ്റ്റ് ഓപ്ഷൻ ഐ ഹാവ് നോട്ട് റിസീവ്ഡ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഐ ഹാവ് റിസീവ്ഡ് കറക്റ്റ് എമൗണ്ട് പേയ്മെന്റ് സെൻഡർ മാച്ചസ് ബയേഴ്സ്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി കൺഫേം. ഇനിയും സെൻഡ് OTP. നമ്മള് പേയ്മെന്റ് കിട്ടി എന്നുള്ളത് SMS. ഇതിപ്പോ സാറിന് ബാലൻസും കൂടി വന്നതുകൊണ്ട് കറക്റ്റ് ആണ്. സാധാരണ അല്ലാണ്ട് ഞാൻ നോക്കാറുണ്ട്. ഓക്കെ. ഇത് ഒറിജിനൽ ഫെഡറൽ ബാങ്കിന്റെ തന്നെയാണെന്ന് നമുക്ക് ബാലൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് കൺഫേം ചെയ്യാം. അതല്ലെങ്കിൽ ബാലൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് കൺഫേം ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ പറ്റിക്കലുകാരുണ്ട്, അത് നമ്മൾ ഉറപ്പാക്കണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട്. ഇതാണ് നമ്മുടെ ശരിക്കുള്ള പ്രൊസീജിയർ. ഇപ്പൊ നമ്മള് $250 വിറ്റു. 21,110 റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി അതിന്റെ നമ്മുടെ ക്രിപ്റ്റോ അയാൾക്ക് പോയോ? നമ്മുടെ ക്രിപ്റ്റോ അയാൾക്ക് പോയി. അത് പോകാനാ നമ്മളിപ്പോ OTP കൊടുത്തത്. പോസിറ്റീവിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ആളുടെ എക്സ്പീരിയൻസ്, നമുക്ക് ആളെ പറ്റി നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ പിന്നെ നമുക്ക് പോസിറ്റീവ് ഇട്ട് കൊടുക്കാം. ഫാസ്റ്റ് ട്രാൻസാക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അയാളെ പറ്റി എന്തെങ്കിലും റിവ്യൂ എഴുതണമെങ്കിൽ ഉള്ള ബോക്സ് ആണത്. ഫാസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ലീവ് കമന്റ്സ്. ലീവ് കമന്റ്സ് ക്ലിക്ക് ചെയ്യാം. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ നമ്മുടെ ആ ഒരു ഇത് കഴിഞ്ഞു. ഇതൊക്കെ ബാക്ക് അടിച്ച ബിനാൻസ് ക്ലോസ് ചെയ്തോ. ഓക്കെ, വളരെ ഉപകാരം സാറേ. ഓക്കെ. ആ വീഡിയോ